ദളപതി വിജയുടെ കരിയറിലെ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള മൂവി, എല്ലാ ഫാൻസുകാരും ഒരുപോലെ കാത്തിരുന്നൊരു ചിത്രം. അത്തരത്തിലുള്ളൊരു സിനിമയായിരുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ. 2014 കത്തിക്ക് ശേഷം പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിജയ് ചിത്രം ലിയോ ആണ്. എന്നാൽ ലിയോ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് പൊതുവെ എല്ലാ ഓഡിയൻസും പറയുന്നൊരു കാര്യമുണ്ട്, അതിഗംഭീരമായിട്ടുള്ള ഏറ്റവും മികച്ചൊരു ഫസ്റ്റ് ഹാഫാണ് ലിയോ ചിത്രത്തിനുള്ളത്. എന്നാൽ സെക്കൻഡ് ഹാഫിലാണ് ലോകേഷ് കാര്യങ്ങൾ കുറച്ചൊന്ന് കൈവിട്ട് കളയുന്നത്. പ്രത്യേകിച്ചും ലിയോ ദാസ് എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്ക് വരുന്ന ഒരു 20 മിനിറ്റാണ് ലിയോ സിനിമയെ പറ്റി ആളുകൾക്കിടയിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച വിജയം നേടി വിജയുടെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി ആയിട്ട് മാറി. ബട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വൈ ലോകേഷ് മെസ്ഡ് അപ്പ് ദാറ്റ് 20 മിനിറ്റ്സ്. ബേസിക്കലി കുറേ അധികം കാരണങ്ങളാണ് ഈ ഒരു 20 മിനിറ്റ്സ് വിയേർഡായിട്ടുള്ള ഒരു വീക്കായിട്ടുള്ള ഫ്ലാഷ് ബാക്കിലേക്ക് നയിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സിനിമയുടെ ഏറ്റവും മികച്ച ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കാം. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്തൊരു സീക്വൻസ് ആയിരുന്നു ഹൈനയുമായിട്ടുള്ള വിജയുടെ ഫൈറ്റ്. ആക്ച്വലി തിയേറ്ററിൽ കണ്ട സമയത്ത് ഹൈപ്പ് കൊടുത്തതിന് അത്രയുമുള്ളൊരു ഫൈറ്റ് സീക്വൻസ് ഒന്നും ആ ഒരു സീനിൽ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ ഒരു സീക്വൻസ് കഴിഞ്ഞു വരുന്ന വിജയുടെ ടൈറ്റിൽ കാർഡ് വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. തിയേറ്ററിനെ കംപ്ലീറ്റ്ലി ഇറപ്റ്റ് ആക്കാനും ഓഡിയൻസിനെ ഫുള്ളി പടത്തിലേക്ക് ഇൻഡൾജ് ചെയ്യാനും ആ ഒരു ടൈറ്റിൽ കാർഡിന് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിനുശേഷം വരുന്ന സീക്വൻസുകളാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ നടക്കുന്ന പ്രധാനമായിട്ടും കോഫി ഫൈറ്റ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഫൈറ്റ്, ഈ ഫൈറ്റുകളൊക്കെ തന്നെ നല്ല രീതിയിലാണ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ആൻഡ് അത്രയും കാലം നമ്മൾ കാണാത്തൊരു വിജയനെ, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വിജയനെ ഈ സീക്വൻസിലും സീനുകളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പല ആൾക്കാരും വിചാരിച്ചത് പാർത്ഥിപൻ എന്ന ക്യാരക്ടർ വീക്കായിരിക്കും, ലിയോ ദാസ് ആയിരിക്കും മെഗാ മാസ് ക്യാരക്ടറായിട്ട് വരുന്നതെന്ന്. എന്നാൽ സിനിമ കണ്ടിറങ്ങിയ ആൾക്കാരുടെ മനസ്സിൽ പാർത്ഥിപൻ എന്ന ക്യാരക്ടറിനോടാണ് സ്നേഹം കൂടുതൽ, പാർത്ഥിപൻ എന്ന ക്യാരക്ടറുമായിട്ടാണ് ഇമോഷണലി കണക്റ്റ് ആവുന്നതും. ലിയോ ദാസുമായിട്ട് ആ ഒരു കണക്ഷൻ വരാത്തതിൻ്റെ റീസണും തീർച്ചയായിട്ടും പോർ റൈറ്റിംഗ് തന്നെയാണ്. ലോകേഷിൻ്റെ പല ഇൻ്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പും സിനിമ ഇറങ്ങിയതിന് ശേഷവും സിനിമ ഇറങ്ങി ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലിയോയിനെ പറ്റിയിട്ടും പ്രത്യേകിച്ചും സെക്കൻഡ് ഹാഫിൻ്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റിയിട്ടും ഒരുപാട് ഡിസ്കഷൻസ് കണ്ടിട്ടുണ്ട്. ഈ ഡിസ്കഷനിലെല്ലാം അദ്ദേഹം കോമൺ ആയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, യങ്ങർ ലുക്കിൽ, ലിയോ ദാസിൻ്റെ യങ്ങർ ലുക്കിൽ വിജയനെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കണം എന്നുള്ളത് അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആയിരുന്നു. സോ ഇത് ആരുടെ ഒബ്ജക്റ്റീവ് ആണെന്ന് വരുന്നിടത്താണ് തീർച്ചയായിട്ടും ഇത് പ്രൊഡ്യൂസേഴ്സ് ടീമിൻ്റെ ഒബ്ജക്റ്റീവാണ്. കാരണം വിജയ് സിനിമകളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പ്രൊമോഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യമാണ് അടിച്ചുപൊളിയായിട്ടുള്ളൊരു സോങ്. ഈ സോങ് വെച്ചിട്ടായിരിക്കും, അതായത് ട്രെയിലറൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സോങ് ആയിരിക്കും ആദ്യം റിലീസ് ചെയ്യുന്നത്. ആ സോങ് വെച്ചിട്ടാണ് പിന്നീടുള്ള പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത്, സിനിമയെ പറ്റിയിട്ടുള്ളൊരു ടോക്ക് ഓഫ് ദി ടൗൺ എന്നുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഹൗസിന് അത്തരത്തിലുള്ളൊരു പാട്ട് വേണം, അതും വിജയുടെ യങ്ങർ ലുക്കിൽ തന്നെ ആ സോങ് വരികയും വേണം. തീർച്ചയായിട്ടും ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ലിയോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്ലോട്ടാണ് ഫസ്റ്റ് ഹാഫിൽ നടക്കുന്നത്. സോ അവിടെ ഒരു സോങ് അത്തരത്തിൽ പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ പ്ലേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സെക്കൻഡ് ഹാഫിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. പക്ഷേ ദിസ് പർട്ടിക്കുലർ ഡിസിഷൻ ഈസ് ഗോയിങ് ടു റൂയിൻ ദി എൻറ്റയർ സെക്കൻഡ് ഹാഫ്. ബിക്കോസ് വിജയിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഹാഫിൽ, പ്രത്യേകിച്ചും ലിയോ ദാസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഹാഫിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്. അദ്ദേഹം ആരോ ആണ്, അദ്ദേഹം എന്തോ വലിയൊരു സംഭവമാണ്. പ്രത്യേകിച്ചും പാർത്ഥിവൻ്റെ കേപ്പബിലിറ്റീസ് കാണുന്ന സമയത്ത് ഒരു ശരാശരി പ്രശ്നം തോന്നുക, പാർത്ഥിവൻ ഇത്രയും മാസാണെങ്കിൽ ലിയോ ദാസ് എന്തായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. ആ ഒരു എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ലിയോ ദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതുവരെ വന്നുകൊണ്ടിരുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല കോറിയോഗ്രാഫിയിൽ നിന്ന് ടിപ്പിക്കൽ തമിഴ് തെലുങ്ക് പടത്തിലെ ഒരു ബോറൻ ഫൈറ്റ് സീക്വൻസിലൂടെയാണ് ലിയോ ദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മാത്രമല്ല ലിയോ ദാസിൻ്റെ ക്യാരക്ടർ എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ആർക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ആ സീക്വൻസിൽ കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ബോറിംഗ് ഫൈറ്റ് സീൻ കാണിക്കുന്നു, പിന്നീട് നേരെ സോങ്ങിലേക്ക് വന്നു. സോങ് യെസ്, ഇറ്റ് വാസ് എൻ അബ്സല്യൂട്ട് ബാങ്ങർ ഇൻ തിയേറ്റർ, എല്ലാവരും ഡാൻസ് കളിച്ചു, ആടിപ്പാടി. ബട്ട് മൈ പ്രോബ്ലം ഈസ് ഈ സോങ് പടം കഴിഞ്ഞിട്ടിട്ടാലും ഇതേപോലെ തന്നെ ആൾക്കാർ ഡാൻസ് കളിച്ചേനെ. ഇറ്റ് വാസ് നോട്ട് നെസസറി ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ. ആ ഒരു സിനിമയുടെ കഥയ്ക്കിടയിൽ ആ സോങ് അവിടെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ബാക്കി ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ ലിയോ ദാസ് എന്ന ക്യാരക്ടർ എന്തുകൊണ്ടൊരു സൂപ്പർ ക്യാരക്ടറാണ്, എന്തുകൊണ്ടതൊരു മാസ് ക്യാരക്ടറാണെന്ന് കാണിക്കാനായിട്ട് സംവിധായകന് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. ലോകേഷ് തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ഒരു 20 മിനിറ്റ്സ് ആണ് ഫ്ലാഷ് ബാക്കിനുള്ളത്. ആ 20 മിനിറ്റ്സ് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് നേരെ വീണ്ടും കറണ്ട് ഏരിയ സ്റ്റോറിയിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ എന്തെങ്കിലും അവിടെ കാണിച്ചു കൂട്ടണം. ആൻഡ് ലോകേഷ് തന്നെ എനിക്ക് തോന്നുന്നു 1-2 ഇടത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, രത്നയാണ് അദ്ദേഹത്തിൻ്റെ കോ റൈറ്ററായിട്ടുള്ള രത്നയാണ് ആ പോർഷൻ കൂടുതൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ആര് സ്ക്രിപ്റ്റ് ചെയ്താലും അത് അപ്രൂവ്
ചെയ്യേണ്ടത് ഡയറക്ടറായിട്ടുള്ള ലോകേഷ് കനകരാജാണ്. ആൻഡ് നരബലി പോലുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. യെസ്, ദാറ്റ് ഇസ് നോട്ട് എ ബാഡ് കൺസെപ്റ്റ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ് നരബലി എന്നുള്ളത്. ബട്ട് അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ, അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ്, ഡെപ്ത് ഒന്നും കാണിക്കാനായിട്ട് ലോകേഷ് കനകരാജിന് ആ ടൈം ഫ്രെയിമിൽ സാധിക്കുന്നില്ല. ഒരു ജസ്റ്റ് മൊണ്ടേജ് പോലെ ഇങ്ങനെ കാണിച്ചു പോവുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള വികാരം തോന്നില്ല. ഈവൻ വില്ലന്മാരായിട്ടുള്ള സഞ്ജയ് ദത്തിനോട് പോലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യമൊന്നും തോന്നിക്കുന്ന രീതിയിൽ ഒരു കാര്യവും അതിനകത്ത് കാണിക്കുന്നില്ല. ആൻഡ് ലിയോ ദാസിൻ്റെ ക്യാരക്ടറിനെ അവിടെ വളരെ വീക്കായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെയും അതുപോലെ തന്നെ മാമൻ്റെയൊക്കെ വാക്ക് കേട്ട് കബളിക്കപ്പെടുന്ന ഒരു പൊട്ടനായ ക്യാരക്ടറായിട്ടാണ് ലിയോ ദാസിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ലിയോ ദാസ് എങ്ങനെയാണ് ഇന്ന് കാണുന്ന പാർത്ഥിപനായത് എന്ന് ആൾക്കാർക്ക് അതിശയം തോന്നും. മാത്രമല്ല, പാർത്ഥിപൻ എന്ന ക്യാരക്ടറിൽ നമ്മളൊരു ഡിഫറൻറ്റ് വിജയനെ കണ്ട സമയത്ത് ലിയോ ദാസിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ, എല്ലാ സിനിമയിലും ഉള്ളതുപോലെയുള്ള ഒരു ടിപ്പിക്കൽ വിജയൻ്റെ ക്യാരക്ടർ ആർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓവറോൾ ആ സ്റ്റോറീൻ്റെ റൈറ്റിങ്ങും ക്യാരക്ടർ ആർക്കും ക്യാരക്ടറിനുള്ള സിറ്റുവേഷൻസും ഒന്നും തന്നെ ഒരു പ്രോപ്പറായിട്ട് ഇമോഷണൽ കണക്റ്റ് പ്രേക്ഷകന് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. സോ വാട്ട് ഈസ് ദ റിയൽ റീസൺ ഹിയർ? ഒബ്വിയസ്ലി ഇത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പ്രഷറാണ്, മാർക്കറ്റിംഗ് ടീമിൻ്റെ പ്രഷറാണ്. ബട്ട് സ്റ്റിൽ ലോകേഷ് കനകരാജിന് ആക്ച്വലി പ്രോപ്പറായിട്ടൊരു ഫ്ലാഷ് ബാക്ക് കൊടുക്കാനുള്ള സ്റ്റോറി കയ്യിലില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. കാരണം ഇഫ് ഹി ഹാഡ് എ സ്റ്റോറി, ലോകേഷ് കനകരാജിനെ പോലൊരു ഡയറക്ടർ ഒരിക്കലും അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു ടെമ്പററി ഫ്ലാഷ് ബാക്കിലേക്ക് പോവില്ല. ബിക്കോസ് ഫസ്റ്റ് ഹാഫിൽ ഹി ജസ്റ്റ് വെൻ വിത്ത് എ സ്റ്റോറി. അവിടെ ഗിമിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഹി ഹാഡ് ദ സ്ക്രിപ്റ്റ് ഫോർ ദ ക്ലൈമാക്സ്. ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് വ്യക്തമായിട്ട് ധാരണ ലോകേഷിനുണ്ട്. ബട്ട് ലിയോ ദാസിൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതിന് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. സോ ഇവിടെ തീർച്ചയായിട്ടും ലോകേഷ് കനകരാജ് കുറ്റക്കാരനാണ്. ആൻഡ് ഓൾസോ പേഴ്സണലി അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ലിയോയുടെ ക്ലൈമാക്സ് ഈസ് ആക്ച്വലി പ്രെറ്റി ഗുഡ്. നല്ല രീതിയിലാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് ലിയോ ദാസ് ആണോ പാർത്ഥിപൻ, അല്ലെങ്കിൽ പാർത്ഥിപൻ തന്നെയാണോ ലിയോ ദാസ് എന്നുള്ളത് റിവീൽ ചെയ്യാതിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ എന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാരണം പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി ടു സം എക്സ്റ്റെൻറ്റ് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ലോകേഷിന് സാധിക്കുന്നുണ്ട്. ആക്ച്വലി ലിയോ ദാസ് അല്ലേ, പാർത്ഥിപനും ലിയോ ദാസും രണ്ടാൾക്കാരാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈവൻ ദോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ലിയോ 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 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സിറ്റുവേഷൻസിൽ ഇത് ലിയോ ആയിരിക്കില്ല, ഇനി ഡബിൾ റോൾ ആണോ, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലോകേഷിന് സാധിക്കുന്നുണ്ട്. ബട്ട് ലാസ്റ്റ് അദ്ദേഹം ലിയോ തന്നെയാണ്, പാർത്ഥിപനും ലിയോയും സെയിം ക്യാരക്ടർ ആണെന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. ബട്ട് അത് ചെയ്യാതിരുന്നെങ്കിൽ ഐ തോട്ട്, ഇറ്റ്സ് മൈ പേഴ്സണൽ വ്യൂ, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. ദെൻ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. കൂടുതൽ ചർച്ചകളും ഫാൻ തിയറീസും ഒക്കെ ഈ ഒരു ചിത്രത്തെ പറ്റി കൂടുതലായിട്ട് വന്നതിനെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ദാറ്റ്സ് മൈ പേഴ്സണൽ വ്യൂ. ഓവറോൾ ലിയോ ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ഓഫ് വിജയ് ഇൻ ദ ലാസ്റ്റ് 10 years. ഏറ്റവും അവസാനം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2014 തിയേറ്ററിൽ നിന്ന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടൊരു വിജയ് സിനിമ കണ്ട് ഇറങ്ങിയത്. ദാറ്റ് വാസ് കത്തി, ഡയറക്റ്റഡ് ബൈ AR മുരുകദോസ്. ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയാണ്. ആൻഡ് ഓൾസോ അനിരുദ്ധിൻ്റെ BGM ജസ്റ്റ് ലിഫ്റ്റ് ദ മൂവി അപ്പ്. സോ അതിനുശേഷം യെസ്, മെർസൽ വാസ് ദെയർ, കുറച്ച് തെറി ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതിനൊന്നും എനിക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമകളല്ല. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ സിനിമകളാണ്. ബട്ട് ഒരു പൂർണ്ണമായ സംതൃപ്തി എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ മാസ്റ്റർ ആണെങ്കിലും സെയിം സെനാരിയോ ആണ്. വളരെ മികച്ചൊരു ഫസ്റ്റ് ഹാഫ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ലോകേഷ് മെസ്ഡ് ഇറ്റ് അപ്പ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ലിയോ സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.